നമസ്കാരം. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ വീട്ടിലേക്ക് ഇന്നലെ ബോംബെറിഞ്ഞതും പിന്നീട് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തലുകളും നിങ്ങൾ എല്ലാവരും ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ വാർത്ത വന്ന ഉടനെ സത്യസന്ധനായ കേരളത്തിലെ ഏറ്റവും സത്യസന്ധമായി വാർത്ത ചെയ്യുന്ന മറുനാടനിലെ ഷാജിൻസ്കറി നടത്തിയ കണ്ടെത്തലുകളും ആ ബോംബെറുമായി കുറിച്ചുള്ള വിശദമായ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അറിവും പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ശോഭാ സുരേന്ദ്രന് ഒരുപാട് ശത്രുക്കളുണ്ടെന്നൊക്കെയാണ് ഷാജിൻസ്കറിയ പറയുന്നത്. നമുക്ക് ആ മഹാനായ പത്രപ്രവർത്തകന്റെ കണ്ടെത്തലുകൾ ഒന്ന് കേട്ടു നോക്കാം. ശത്രുക്കൾ ബി.ജെ.പിക്ക് അകത്ത് തന്നെയാണ്. ശോഭാ സുരേന്ദ്രനെ ഇല്ലാതാക്കാൻ കള്ളക്കഥകൾ മെനയുകയും ശോഭയ്ക്കെതിരെ നിരന്തരമായി ദേശീയ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ചെയ്താണ് സംസ്ഥാനത്ത് സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ കുറേ കാലമായി നിലനിൽക്കുന്നത്. ശോഭയുടെ ഒരു ഗ്രിപ്പ് ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ശോഭയ്ക്ക് നേരെ വധശ്രമം നടന്നിരിക്കുന്നത്. ഇതിനെ വധശ്രമം എന്ന് പറയേണ്ടി വരും. കാരണം ശോഭയുടെ തൃശ്ശൂരിലെ അയ്യന്തോളിലെ വീടിന്റെ എതിർവശത്ത് വീടിന് നേരെയാണ് ബോംബാക്രമണം നടന്നത്. അവിടെ ഒരു വെള്ള കാർ ഉണ്ടായിരുന്നു. ആ വെള്ളക്കാർ ശോഭയുടേതാണെന്ന് കരുതിയാണ് ഈ ബോംബാക്രമണം നടത്തിയത്. ശോഭ അവരെ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ശോഭാ സുരേന്ദ്രൻ ഇല്ലാതാകണം എന്നത് ഈ നാട്ടിൽ പല പ്രമുഖരുടെയും ആഗ്രഹമാണ്. സമ്പന്നരായ ബിസിനസ്സുകാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ശോഭയെ ഭയക്കുന്നു. കാരണം ശോഭ ജീവിച്ചിരുന്നാൽ അത് അവരുടെയൊക്കെ സ്ഥാപിത താല്പര്യത്തിന് തടസ്സമാണെന്നറിയാം. അവരുടെയൊക്കെ തലവേദനയാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ടാണ് ശോഭയെ കൊല്ലാൻ വേണ്ടി ശ്രമം നടത്തിയത്. ഇത് ശോഭയെ വധിക്കാനുള്ള ശ്രമമാണ് എന്ന കാര്യം തർക്കമില്ല. കാരണം ശോഭ ഇവർക്കൊക്കെ തലവേദനയാണ്. ആർക്കും തല്ലിക്കെടുത്താൻ കഴിയാത്ത ശോഭ വളർന്നു വരുമ്പോൾ ശോഭയെ ഇല്ലാതാക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ആക്രമണം ഉണ്ടായത്. അങ്ങനെയൊന്നും തകരുന്ന ഒരു വ്യക്തിത്വത്തിനുടമയല്ല ശോഭ. ബോംബിനോ കത്തിക്കോ വാളിനോ തോക്കിനോ ഒന്നും ശോഭയെ നിരാശപ്പെടുത്താനോ ഭയപ്പെടുത്തി പിന്മാറ്റാനോ കഴിയില്ല. ഒരു വാർത്ത ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെ ഒരു ബോംബറുണ്ടാകുകയും അത് പോലീസ് എന്താണെന്ന് കണ്ടെത്തുന്നതിന് മുന്നേ ഷാജിൻസ്കറിയ മറുനാടനിലെ കേരളത്തിലെ ഏറ്റവും വിശ്വസ്തനായ മാധ്യമപ്രവർത്തകൻ കണ്ടെത്തിയ കണ്ടെത്തലുകളാണ്. ഒന്ന്, സുരേന്ദ്രന് ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, അതായത് ഇദ്ദേഹം ബി.ജെ.പിക്കാരെ തന്നെ കുറ്റക്കാരായി കണ്ടെത്തുകയാണ്. ആ പാർട്ടിയെ തന്നെ ഒരു സംശയത്തിന്റെ നിലയിലാക്കുന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു, ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രന്റെ ആളുകൾക്ക് ഈ ശോഭാ സുരേന്ദ്രനോട് താല്പര്യമില്ല. അതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ശോഭാ സുരേന്ദ്രന് ശത്രുക്കളുണ്ട്. അതുകൊണ്ട് ആ വഴിക്കും അന്വേഷണം വേണം. കാരണം ആ വഴിക്കും ശോഭാ സുരേന്ദ്രനെ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് ഉറപ്പിച്ചു പറയണം, ഇത് വധശ്രമം തന്നെയാണ്. വെള്ള കാർ കണ്ടുകൊണ്ട് ഓപ്പോസിറ്റ് വീടായിരുന്നു, ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിലുള്ള വീടായിരുന്നു. അവിടെ വെള്ള കാർ കണ്ടതുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ കാർ തന്നെ ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് അവിടേക്ക് ബോംബെറിഞ്ഞത് എന്നൊക്കെയാണ് ഈ മഹാപണ്ഡിതൻ കണ്ടെത്തുന്നത്. ഈ മഹാപണ്ഡിതനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ബി.ജെ.പിക്കാരാണ്. ആ ബി.ജെ.പിക്കാരെ മുഴുവൻ സംശയത്തിൽ നിർത്തുന്ന രീതിയിൽ, സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ആളുകളെല്ലാം സംശയത്തിൽ നിർത്തുന്ന രീതിയിലാണ് ഇദ്ദേഹം ഇന്നലെ ഇത് വധശ്രമമാണെന്ന് കണ്ടെത്തിയത്. പിന്നെ മുതലാളിമാർക്കൊക്കെ ഈ ശോഭാ സുരേന്ദ്രൻ ഭീഷണിയാണ്. കേരളത്തിലെ മുതലാളിമാർക്കെല്ലാം ശോഭാ സുരേന്ദ്രൻ ഭീഷണിയായതുകൊണ്ട് ആ വഴിക്കും ശോഭാ സുരേന്ദ്രൻ ശത്രുക്കളുണ്ടെന്ന് അതും മറുനാടൻ കണ്ടെത്തൽ. എന്താണെന്ന് കേരളത്തിലുള്ള ഇത്രയും മുതലാളിമാരെല്ലാവരും ഈ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ഭയക്കുന്ന കാര്യം എന്താണെന്ന് അറിയില്ല. ഈ തൃശ്ശൂരുള്ളതാണ് നമ്മുടെ എം.എ. യൂസഫ് അലിയും. അദ്ദേഹവും ഈ ശോഭാ സുരേന്ദ്രനെ ഭയക്കുന്നുണ്ടോ എന്ന് ഇനി വരും ദിവസങ്ങളിൽ ഷാജിൻസ്കറിയ വെളിപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെക്കുറിച്ച് വ്യക്തമായി ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുന്നേ ഷാജിൻസ്കറിയ ഉറപ്പിച്ച് പറയുന്നത് വധശ്രമമാണെന്നും ഇത് പാർട്ടിക്ക് പങ്കുണ്ടെന്നും ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് പാർട്ടിക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും നാട്ടിലെ പ്രമാണിമാരും മുതലാളിമാരെല്ലാവരും അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ശോഭാ സുരേന്ദ്രൻ ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്, ശോഭാ സുരേന്ദ്രനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വധിക്കാൻ വേണ്ടിയുള്ള നടത്തിയ മനഃപൂർവ്വമായ ശ്രമമാണെന്നൊക്കെയാണ് ഈ മഹാന്റെ കണ്ടെത്തൽ. ഈ മഹാനുകാരെ തന്നെ സംശയത്തിൽ നിർത്തുകയാണ്. ആ പാർട്ടിയിലുള്ള ഒരു വിഭാഗത്തിനെ സംശയത്തിൽ നിർത്തുകയാണ്. പാർട്ടിക്കാർ തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളുണ്ട്. എന്തു തന്നെയാലും ഈ മഹാന്റെ കണ്ടെത്തലിന് ശേഷം പോലീസ് കണ്ടെത്തിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്ന് തന്നെയാലും പോലീസിന്റെ അവസാന കണ്ടെത്തലും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇദ്ദേഹം പറഞ്ഞതായിട്ട് എന്തെങ്കിലും ബന്ധം, എവിടെയെങ്കിലും ഒരു നുള്ള ബന്ധമെങ്കിലും ഷാജിൻസ്കറിയുടെ കണ്ടെത്തലും പോലീസിന്റെ കണ്ടെത്തലും തമ്മിൽ എന്തെങ്കിലും ഒരു നുള്ള ബന്ധമെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് ആ വാർത്തയുടെ അവസാനത്തെ പോലീസിന്റെ കണ്ടെത്തലും നിരീക്ഷണവും നമുക്കൊന്ന് കണ്ടു നോക്കാം. കഴിയാതെ എന്താണ് പൊട്ടിയതെന്ന് പോലീസ് ഔദ്യോഗികമായി ആദ്യം പറഞ്ഞില്ല. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പൊട്ടിയത് പടക്കമാണെന്ന് പറഞ്ഞു. പിന്നെ ആരാണ് പൊട്ടിച്ചതെന്നായി അന്വേഷണം. CCTV നോക്കി ആ സമയം കടന്നുപോയ ബൈക്ക് കണ്ടെത്തി. ആ ബൈക്ക് ആരുടേതാണെന്ന് അന്വേഷണം ചെന്നെത്തിയത് അയ്യന്തോൾ സ്വദേശികളായ വിദ്യാർത്ഥികളുടെ അടുത്താണ്. ശോഭാ സുരേന്ദ്രന്റെ അയൽപ്പക്കത്ത് വീട്ടിലുള്ള യുവാവിനെ കാണാൻ വന്നപ്പോൾ സുഹൃത്തുക്കൾ ചെറിയ ഗുണ്ട് പൊട്ടിച്ചതായിരുന്നു. ഇവർ പിരിഞ്ഞ ശേഷമാണ് പോലീസ് വരുന്നതും പ്രശ്നമാകുന്നതും. ഇതോടെ അവർ മിണ്ടാതിരുന്നു. പോലീസ് പിടിക്കുമോ എന്ന പേടിയിലാണ് മൂവരും മൗനം പാലിച്ചത്. മാധ്യമങ്ങളിൽ വാർത്ത കൂടി വന്നതോടെ മൗനം തുടർന്നു. 3 യുവാക്കളും പടക്കം പൊട്ടിച്ചതിന്റെ കഥ പോലീസിനോട് വിവരിച്ചു. ഈസ്റ്ററിന് പൊട്ടിക്കാൻ വാങ്ങിയ പടക്കമാണെന്ന് യുവാക്കൾ പോലീസിനോട് പറഞ്ഞു. 35 രൂപയുടെ ചെറിയ ഗുണ്ട് വാങ്ങിയത് തൃശൂർ കുട്ടനെല്ലൂരിൽ നിന്നാണെന്നും പോലീസിനോട് വെളിപ്പെടുത്തി. നിസ്സാര കേസെടുത്ത് വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ പോലീസ് തീരുമാനിച്ചു. ഇതാണ് സത്യം. ഒരു വാർത്ത വരുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ആ ബി.ജെ.പി ഇദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആ ബി.ജെ.പിക്കാരെ തന്നെ വെട്ടിലാക്കുന്ന തരത്തിൽ ആ ബി.ജെ.പിയുടെ പാർട്ടിക്കുള്ളിലുള്ള ഒരു ഗ്രൂപ്പ് ഇവരെ ശത്രുവാണെന്നും അവരും ഇവരെ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടുള്ള സാധ്യതയൊക്കെ കണ്ടെത്തി ആ വിഷയത്തെ ഏതെല്ലാം തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഷാജിൻസ്കറിയക്ക് പറ്റിയെന്നുള്ളത് നിങ്ങളെല്ലാം ഇതിൽ കണ്ടതാണ്.
ഇത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മാധ്യമ ധർമ്മവും. എല്ലാ കേസുകളിലും ഇങ്ങനെ വളച്ചൊടിച്ച് എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വ്യാജൻ ഷാജിൻ സ്കറിയ അയാൾ മാറിയിട്ട് വർഷങ്ങൾ കുറയായി. അതിന്റെ മറ്റൊന്ന് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആ BJP-ക്കാർക്ക് തന്നെ കൊടുത്ത മറ്റൊരു പണിയാണ് ഈ ശോഭാ സുരേന്ദ്രനെ വധിക്കാൻ വേണ്ടി എറിഞ്ഞ ഈ ബോംബേറും ഷാജിൻ സ്കറിയയുടെ കണ്ടെത്തലുകളും ഇവിടെ അങ്ങനെ പൊളിഞ്ഞിരിക്കുകയാണ്. എന്തിനാലും ആ മഹാനായ മാധ്യമ പ്രവർത്തകൻ ഷാജിൻ സ്കറിയയ്ക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരാം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നന്ദി.